സോളമൻ ഉണ്ട്, ഗവൺമെന്റ് GHS ബാലരാമപുരത്ത് നിന്ന്. അരുൺ, അവിടെ മോക്ക് പോളിംഗ് നടപടികൾ കഴിഞ്ഞോ? ഇപ്പോൾ പലയിടത്തും വോട്ടർമാർ നേരത്തെ എത്തി ക്യൂ നിൽക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അവിടുത്തെ സാഹചര്യം എന്താണ്? ശ്രുതി, കീർത്തന, ഇപ്പോൾ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ള ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു പോളിംഗ് ബൂത്താണ്. ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. മണലി വാർഡിൻ്റെ തന്നെ 2 ബൂത്തുകളുണ്ട്, നോർത്ത് 1ഉം നോർത്ത് 2ഉം. അതിനപ്പുറം ടൗൺ വാർഡ് കൂടി അടക്കമുള്ള 3 ബൂത്തുകളാണ് നിലവിലുള്ളത്. രാവിലെ 6 മണിക്ക് തന്നെ കൃത്യം ഈ മോക്ക് പോൾ ആരംഭിച്ചു. നിലവിലൊരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഈ മണലി വാർഡിലെ തന്നെ നോർത്ത് 2വിൽ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പോളിംഗ് ഇപ്പോൾ ഈ മെഷീനിൽ, അതായത് EV പാറ്റേണിൽ ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാനാർത്ഥികളുടെ മോക്ക് പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെഷീൻ ഇപ്പോൾ ജാമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഉദ്യോഗസ്ഥർ നടത്തി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ചു നിമിഷങ്ങളായിട്ട് അതിനുള്ള ശ്രമങ്ങൾ നിലവിൽ നടത്തി വരുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ നിലവിൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത് പരിശോധിച്ചു വരുന്നത്. ഇതുവരെയും അതിന് നിലവിൽ തടസ്സം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഉടൻ പരിഹരിക്കും എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ചേട്ടാ, ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണ്? ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഈ മെഷീൻ്റെ പ്രശ്നം പരിഹരിച്ചോ? എല്ലാ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ എല്ലാം സീൽ വെച്ചു, പ്രശ്നമില്ല. ഇനിയിപ്പോൾ 7 മണിക്ക് വോട്ടിംഗ് പോളിംഗ് നടക്കും. അതറിയാം. ശരി. നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും 7 മണിയോടുകൂടി ഈ ബൂത്തിലേക്ക് ആളുകൾ എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇതുവരെയും ജനങ്ങൾ എത്തിത്തുടങ്ങിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ്. നിലവിൽ CPMൻ്റെ സിറ്റിംഗ് പഞ്ചായത്ത് കൂടിയാണെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. 20 വാർഡുകൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ്. അതിൽ പകുതിയിലധികം വാർഡുകൾ CPMൻ്റെയും CPIയുടെയും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെയും മുന്നണി പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. എന്തായാലും ടൗൺ വാർഡ് അടക്കമുള്ള 3 ബൂത്തുകൾ ഇവിടെ ഉണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? അതിലൊരു സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ സമയം വരെയും ഉദ്യോഗസ്ഥരുമായി നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വിങ്ങിനെ അടിയന്തരമായി വിളിക്കുമെന്നാണ് അവരുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം സമയം 6:30 കഴിഞ്ഞിരിക്കുകയാണ്. 7 മണിക്ക് പോളിംഗ് തുടങ്ങേണ്ടതാണ്. ഇത്രയും സമയമായിട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പോളിംഗ് ഓഫീസറോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ഏത് പാർട്ടിയുടെ പ്രതിനിധി? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. മുൻപ് ഇത് പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. പരിഹരിക്കപ്പെട്ടിട്ടില്ല. അറിയിച്ചിരിക്കുന്നത് അവരെ ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണോ? പരിഹരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിപ്പ് തന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബൂത്തിലേക്ക് ജനങ്ങൾ എത്തി തുടങ്ങുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോടെ കഴിയുമ്പോൾ ബൂത്തിലേക്ക് 7 മണിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തന്നെ 6:28 6:45 ആളെത്തിച്ചേരും. അപ്പോൾ അത് പരിഹരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. വോട്ട് ചെയ്യാൻ എത്തിയതാണോ? അല്ല, ഏത് പാർട്ടിയുടെയാണ്? CPM. ഇപ്പോൾ ഈ പ്രശ്നം തുടരുകയാണ്. എന്താണ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് ചോദിച്ചിരുന്നോ? അത് ചോദിച്ചു. ഏത് വാർഡിലാണ്? ഞാൻ 10ാം വാർഡ്. നിലവിൽ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നം ഇതുവരെയും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇനി അരമണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് സുഗമമായിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ പ്രസ് ചെയ്യുന്ന ബട്ടൺ ഇപ്പോൾ ജാമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മോക്ക് പോൾ നടന്നപ്പോൾ ഇത് കണ്ടെത്തിയത്. എന്തായാലും ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങളൊക്കെയും ഈ പ്രതിനിധികളെയൊക്കെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വേഗം തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പ്രതിനിധികൾക്കുമുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥൻ കൂടി ശ്രുതി, ഇപ്പോൾ ഇത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ മണലിയിലെ നോർത്ത് 2 വാർഡാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്തായാലും അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഈ അരമണിക്കൂറിനുള്ളിൽ ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നു. വോട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണ സജ്ജമായി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 3 ബൂത്തുകൾ, അതായത് മണലി അതുപോലെ തന്നെ ടൗൺ വാർഡ് അടക്കമുള്ള 3 ബൂത്തുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. ഈ പഞ്ചായത്തിലെ 3 ബൂത്തുകളിലെയും മോക്ക് പോൾ പൂർണ്ണമായിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾക്ക്
സംതൃപ്തികരമായിട്ടുള്ള മോക്ക് പോൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഇതിലൊരു ആശങ്കയുണ്ടായിരുന്നത് നിലവിൽ ഈ മണലിയിൽ തന്നെ ഈ നോർത്ത് 2 വാർഡിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. അതിലിപ്പോൾ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ശ്രുതി, കീർത്തന. ഓക്കെ, ബാലരാമപുരം ഗവൺമെന്റ് GHS സ്കൂളിലാണ് ഈ അരുൺ സോളമൻ ഉണ്ടായത്. അവിടെയാണ് ഈ ഒരു വോട്ടിംഗ് മെഷീനിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഇനി 7 മണിയോടുകൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കാനുള്ള നടപടികൾ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ സോളമനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഇനി